ഹലോ ഗായ്സ്, അങ്ങനെ കുറേ നാളായി ഒരു കസിൻസ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. ഫൈനലി ഞങ്ങളെല്ലാവരും മൂന്നാർ പോവാണ് ഗായ്സ്. രാവിലത്തെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പോട്ട് കിട്ടിയപ്പോഴേക്കും നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അതിന് നമ്മൾ സ്ട്രെയിറ്റ് മൂന്നാർ. അപ്പോൾ നമ്മൾ ആദ്യം വന്ന സ്പോട്ട് ഇതാണ്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് മറന്നുപോയി. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. പിന്നെ തൊട്ടടുത്തൊരു ഇത്തേക്ക് നടത്തുന്ന ഒരു ബിരിയാണി കട ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത്. പിന്നെ അവിടെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോയത്. നിങ്ങൾ ഇങ്ങോട്ട് എവിടെ ഗൈസ്, ടോപ്പ് സ്റ്റേഷനാണ് ഗൈസ്. എവിടെയെന്ന് വെച്ചാൽ അടാറ് മഞ്ഞാണ്. ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സ്റ്റേ ചെയ്യണം അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ അതെ, ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂമൊക്കെ. അടിപൊളിയായിരുന്നു, ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ നമുക്ക് ടെൻറ്റിൻ്റെ ഫെസിലിറ്റീസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് ടെൻറ്റിലും കിടക്കാം. ആദ്യം കയറിക്കോ അതില് ആദ്യം കയറിക്കോ. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് പോയത്. പിന്നെ കുറച്ച് ഷോപ്പിങ്ങും, പിന്നെ നമുക്ക് രാത്രി ഗ്രില്ലടിക്കാൻ ചിക്കൻ വാങ്ങാനുണ്ട്. ഒളിച്ചിരിക്കണം സ്ട്രോബെറി. ഇവിടെ അങ്ങോട്ട് നമ്മൾ നല്ല സുഖമായിട്ട് ജീപ്പിനാ പോയത്. തിരിച്ച് ഈ മല ഫുള്ള് കയറണം. ഗൈസ്, തണുപ്പൊക്കെ ഉണ്ട് ഗൈസ്, തണുപ്പൊക്കെ ഉണ്ട്. ആദ്യമേ കാണിക്കട്ടെ കങ്കാരി മമ്മി. മലകേറ്റുള്ളൂ, മലകേറ്റ്. അയ്യോ, ചത്ത്. ഒന്നും പറയാൻ പറ്റണില്ല. ദുർഗേ, എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നല്ലൊരവസ്ഥയല്ലേ? അപ്പം അതെ, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് DJ ലൈറ്റ്സും ഡാൻസും പാട്ടും പിന്നെന്താ ചിക്കൻ ഗ്രില്ലിയനുണ്ട്. രാത്രി അടിപൊളിയായിരിക്കും. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് അത് പറയാതെ വയ്യ. ഞങ്ങൾ ചെന്ന ടൈം നല്ല കറക്റ്റ് ടൈമായിരുന്നു. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. ഹായ് തരുമോ? ഒരു ഹായ് തന്നെ. അപ്പം രാത്രി നമുക്കവിടെ കഴിക്കാനുണ്ടായിരുന്നത് നെയ്ച്ചോറ്, ചിക്കൻ കറി, പൊറോട്ട, ചപ്പാത്തി. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നിന്റെ കള്ളക്കടക്കണ്ണിൽ തുറക്കോട് കട പിടി. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കടയിൽ കയറി മന്തി കഴിച്ചായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ അത് ഇതാണ് ലക്ഷ്മി എസ്റ്റേറ്റ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ആനക്കുളത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന ടൈം കറക്റ്റായിരുന്നു, നമുക്ക് ആനകളൊക്കെ കാണാൻ പറ്റും.
എന്താ വേണ്ട? എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? എന്ത്? അപ്പം ആനകളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാനാണ് ടൈമായി. അപ്പം തൊട്ടടുത്ത കടയിൽ നിന്ന് ചായയും കുടിച്ചു. പിന്നെ നമ്മൾ നേരെ വണ്ടി കയറി കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ മൊത്തം ബഹളമായി. പിന്നെ നമ്മൾ അവിടെ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഇനി രാത്രിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് സുരേഷ് ഏട്ടൻ്റെ തട്ടുകടയിലെത്തി. അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി ഗൈസ്. രാത്രി 11 മണി. അല്ല സോറി, 1 മണി. 1 മണി ഗൈസ്, 1 മണി. അതി ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ, ഒരു ബൈ കൊടുക്ക്, ബൈ.